ഹലോ മുന്തുമണികളെ, ഈ ഒരു വീഡിയോ കുറെ പേര് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഞങ്ങളെ ഒന്ന് അറിയിക്കുമോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മളെ ഉഡായിപ്പുമ്മ ഇന്നലെ ഭയങ്കര നാടകം ഈ ഉലകം ഒക്കെ അഭിനയിച്ച് തകർത്ത് തീർത്തു. അത് ഒരുപാട് പേര് കണ്ടു. അതിനുശേഷം പിന്നെ ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. കുറേ അധികം ആളുകൾ വീണ്ടും നല്ല ഒന്നാന്തരം ചീറ്റിങ്ങിന് ഇരയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആണ് ഞാൻ വന്നത്. നമ്മളെ ഷെഫീന ഇത്ത ഇന്നലെ നാവായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിഷയമായിട്ട്, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാവായിക്കുളത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവർ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലുടായിപ്പുമ്മ ഈ കുട്ടിയെയും കൊണ്ടൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കണ്ട ഓൾമോസ്റ്റ് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറത്തായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടാക്കാനും പച്ചക്കറി വാങ്ങുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പം എനിക്ക് അവിടെ വെച്ച് എനിക്ക് ഇവരോട് സംസാരിക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരികയാണ് ചെയ്തത്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ആ ലൈവ് പിന്നെ കാണാനും ഇല്ല. പക്ഷെ ഒരുപാട് പേരുടെ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ കുട്ടി ഭയങ്കര പേടിച്ച് നിൽക്കുന്നത് പോലെയും ഇവർ ഭയങ്കര രോഷാകുലമായിട്ട് ആ ഒരു വീഡിയോ ലൈവ് ചെയ്യുന്നതായിട്ടും ഒക്കെയാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ അവിടെ പഞ്ചായത്തിൽ നിന്ന് ആള് വരുമ്പോൾ വന്ന് ഈ കുട്ടീനെ കൊണ്ടുപോകുന്ന ആ ഒരു ലൈവ് മുതൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കണ്ട സമയത്ത് തന്നെ ഞാൻ ഷെഫീന ഇത്തയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഷെഫീന ഇത്ത അവിടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെഫീന ഇത്ത കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഷെഫീന ഇത്ത വന്ന് നിങ്ങളുടെ അടുത്ത് പറയും. പക്ഷെ ഇതിനു മുമ്പ് തന്നെ വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പുള്ളിക്കാരിയുടെ ഈ മൂത്ത മകളുടെ ഉപ്പ കുറച്ച് യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊന്ന് എന്നെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും പറഞ്ഞത് ഒറ്റ കാര്യമാണ്, ചൈൽഡ് ലൈനിനെ അറിയിക്കുക, കുട്ടിയുടെ സേഫ്റ്റിയെ കുറിച്ച് നിങ്ങൾ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷെഫീനെ തന്നെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തോന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവരും അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം നിയമപരമായി എങ്ങാണ്ട് ഈ കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നീങ്ങുന്നു എന്ന് ഇവർ മനസ്സിലാക്കിയ ഒരു സമയത്താണ് ഇവരുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ പുള്ളിക്കാരൻ്റെ, അതായത് ഈ ഇവരുടെ അല്ലുടായിപ്പുമ്മയുടെ മൂത്ത മകളുടെ സ്വന്തം വാപ്പയുടെ പേരിൽ ഇവരൊരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ നാട് ഏതാണെന്ന് എനിക്കറിയാൻ പാടില്ല, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ ഇവർ കേസ് കൊടുത്തു. പക്ഷെ അവിടെ പിന്നെ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടിയുടെ ഉപ്പയാണ്, സ്വന്തം ഉപ്പയാണ്. അപ്പം അത് കഴിഞ്ഞ്, അതായത് ഇതിൽ യഥാർത്ഥത്തിൽ പ്രശ്നം എവിടെ നിന്നാണ്, ഈ കുട്ടിയുടെ പേരിലുള്ള പ്രശ്നം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പെൺകുട്ടീനെയും ഇളയ കുട്ടീനെയും കൊണ്ടാണ് ഇവൾ ഈ കാമുകന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഈ കാമുകന്റെ വീട്ടിൽ വെച്ച് കുട്ടിയുടെ നേരെ ചില ആക്രമണങ്ങൾ ഈ കാമുകൻ നടത്തിയിട്ടുണ്ട്. അത് ഇവര് തന്നെ പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞിട്ടുമുണ്ട്. കള്ളു കുടിച്ചു കഴിയുമ്പോൾ ബോധമില്ലാതെ മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവര് തന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പം ഇത് ഇവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ ഇവരുടെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഇവര് മൂന്നാമതൊരു പുള്ളിക്കാരനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൂന്നാമത്തെ പുള്ളിക്കാരനുമായിട്ട് ഇവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ രണ്ടാമത്തെ പുള്ളിക്കാരന്റെ പേരിലും ഈ പെൺകുട്ടിയുടെ പേരിൽ എന്തോ ഒരു കേസ് അവിടെ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കുട്ടികളുടെ സേഫ്റ്റി പ്രധാനമാണ്. ഈ മാതാപിതാക്കള് പല കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് സ്വന്തം ഉമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലുടായിപ്പുമ്മേനെയല്ല, അല്ലുടായിപ്പുമ്മയുടെ ഉമ്മയെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം ഉമ്മ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് അലിഗേഷൻസ് ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഈ അല്ലുടായിപ്പുമ്മയുടെ ഒരുപാട് കേസുകൾ ഈ ഉമ്മയും വാപ്പയും കണ്ടെത്തിയിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അവര് പബ്ലിക്കിൽ വന്ന് അവർ പറയാൻ വേണ്ടിയിട്ട്
അവർക്ക് ധൈര്യമില്ലായ്കയാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ വീഡിയോയിൽ തന്നെ ഒരു വോയിസ് ഞാൻ പബ്ലിക്കാക്കിയ സമയത്ത് ഇവര് ആരെയും തന്നെ ഒന്നും പറയാൻ, അവരുടെ വെർഷൻ പറയാൻ ഇവർ അനുവദിക്കാറില്ല. അല്ലുടായിപ്പുമ്മ ആരെങ്കിലും വാ തുറന്നാൽ ഉടൻ തന്നെ ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് ഇവരുടെ വാ അടയ്ക്കുക എന്നുള്ളതാണ് അല്ലുടായിപ്പുമ്മയുടെ തന്ത്രം. അതുപോലെ ഉമ്മയുടെയും വാപ്പയുടെയും ഒക്കെ പേരിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. പബ്ലിക്കിൽ വന്ന് സംസാരിക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മൂത്ത കുട്ടിയുടെ ഉപ്പാടെ പേരിൽ ഒരു കൊടുത്ത കേസിൽ പബ്ലിക്കിൽ വന്ന് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പബ്ലിക്കിൽ അവരുടെ വായൊക്കെ അടച്ചു വെക്കുമ്പോൾ സ്വന്തം വായു എന്ത് ചെയ്യണം? അടച്ചു വെക്കണം. ഇത് ഞാൻ ഭയങ്കര നായികയാണ്, ഞാൻ ഭയങ്കര ലോകത്തിലെ ഏറ്റവും ത്യാഗസമ്പന്നയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഒരു ലാസ്റ്റ് വെർഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇവന്റെ വീട്ടിൽ വെച്ച് ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ് ഇവര് ഈ സ്വന്തം വീട്ടില് ഇവരുടെ ഉമ്മാന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഇവരിപ്പം വെച്ചേക്കുന്ന വീട്ടിൽ വന്ന് താമസമാക്കിയതിന് ശേഷം ഈ ഉപ്പയും ഉമ്മയും ഇവരോട് സഹകരിക്കോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. മക്കളെ ഇവർ നോക്കാറുണ്ട്, മക്കൾ ആ വീട്ടിൽ പോവാറുണ്ട്. അങ്ങനെ പോയതിന്റെ ഫലമായിട്ട് പെൺകുട്ടി ഉപ്പുപ്പാരടുത്തും ഉമ്മുമാരടുത്തും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മക്കളെന്ന് പറയുന്നത് ശരിക്കും നിഷ്കളങ്കരായ ആളുകളാണ്. ഈ മക്കൾ തന്നെയാണ് ഈ ഉമ്മയുടെ ഈ സ്വഭാവത്തിനെ കുറിച്ച് ഉപ്പുപ്പാരടുത്തും ഉമ്മമാരടുത്തും പറഞ്ഞിട്ടുള്ളത്. അതായത് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഈ വീട്ടുജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരത്തി ഈ ഷാനിൻ്റെയും ഒക്കെ പിന്നാലെ പോകുമായിരുന്നു. ഇവരൊക്കെ വീട്ടിൽ പോയി താമസിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ അല്ലുടായിപ്പുമ്മയുടെ ബാഗിൽ ഒരു മദ്യക്കുപ്പി കണ്ടെത്തി. ആരാണ് കണ്ടെത്തുന്നത്? ലാസ്റ്റത്തെ മകനാണ് അത് കണ്ടത്. ഈ മകൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഉപ്പാരടുത്തും ഉമ്മാരടുത്തും ഈ അല്ലുടായിപ്പുമ്മേരെ ഉപ്പാരടുത്തും ഉമ്മാരടുത്തും പോയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഉമ്മാൻ്റെ ബാഗിൽ ഈ ഒരു കുപ്പി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ മറ്റേ എന്തെന്ന് TV ഉണ്ടല്ലോ, TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മോന് പറഞ്ഞത്, ഇതുപോലത്തെ കുപ്പി ഉമ്മാൻ്റെ ബാഗിലുണ്ട് ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതൽ അമ്മയ്ക്ക് ഒരു സംശയം തോന്നി. ഉമ്മ അത് വാപ്പാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നത് വിലക്കിയാൽ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നേരെ അവിഹിത ആരോപണം, അത് പെറ്റമ്മ ആയാലും സാരമില്ല എന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, എത്ര തെറ്റ് ചെയ്താലും ആ മോൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആ ഉമ്മയും ഉപ്പയും സംഭവ സ്ഥലത്തുണ്ടാവും. അവരിനി എത്ര ദുഷ്ടരെന്ന് പറഞ്ഞാലും മോൾക്കൊരു വിഷയം വരുമ്പോൾ ഉമ്മയും ഉപ്പയും രംഗത്തുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഷാൻ വരുമ്പോഴല്ലേ ഉമ്മയ്ക്കും പാപ്പയ്ക്കും പ്രശ്നം, പിന്നെ അയാൾ ഇല്ല എങ്കിൽ ഇവർ സഹകരിക്കുമല്ലോ. അങ്ങനെയല്ല. ഈ സ്ത്രീക്ക് എന്ത് പ്രശ്നം വന്നാലും, ഈ അല്ലുടായിപ്പ് എന്ത് പ്രശ്നം വന്നാലും ഉമ്മയും ഉപ്പയും ആ സ്ത്രീയോടൊപ്പം തന്നെ നിൽക്കും. അവരുടെ മൂത്ത 2 ആൺമക്കൾ, ഇവരുടെ ആൺമക്കൾ, മൂത്തതും ഇളയതുമായ 2 ആൺമക്കൾ വിലക്കിയിട്ട് പോലും ഈ മകൾക്ക് വേണ്ടിയിട്ട് എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധരായിട്ടാണ് ഈ ഉമ്മയും പാപ്പയും നിൽക്കുന്നത്. അപ്പം ഉമ്മയും പാപ്പയും ഇപ്പൊ മകളുടെ സംരക്ഷണം ഏറ്റെടുത്തതിന്റെ റീസൺ എന്ന് തന്നെ പറയുന്നതിന്റെ റീസൺ തന്നെ സത്യത്തില് മോള് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ അല്ലുടായിപ്പ് ഉമ്മ അവരുടെ കാമുകനാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ജനങ്ങളും കണ്ടിട്ടുള്ള കാര്യമാണ്. പലതരത്തിൽ അവരെ ഉപദ്രവിക്കുന്നതും അവരുടെ വീട് നശിപ്പിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും വീണ്ടും ആ പുള്ളിക്കാരനോടൊപ്പം ഇവർ ജീവിക്കുമ്പോൾ കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടാകരുത്. അവർ തന്നെ പബ്ലിക്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ബോധമില്ല, ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഇയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാ, ദേഹോപദ്രവമുണ്ട്, കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് നിൽക്കുന്ന ഒരു മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ കുട്ടിയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് അവർ ചെയ്യും. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ പുള്ളിക്കാരിയുടെ ഉപ്പ മൂത്ത കുട്ടിയുടെ സ്വന്തം വാപ്പയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. വക്കീലുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. കുട്ടിയെ സേഫ് ആക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉപ്പാരെയും ഉമ്മാരെയും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തികം
ആ കുട്ടിയെ വളർത്താൻ വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യം പറയേണ്ടത്, ഈ ഉമ്മയെ ആരും അല്ലുടായിപ്പ് ഉമ്മയെ ആരും കുട്ടിയിൽ നിന്ന് അകറ്റിയിട്ടുമില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും കുട്ടീനെ കൂടെ കൊണ്ടുപോയി നിർത്താം. എന്ത് കാര്യങ്ങൾക്കും ഈ കുട്ടിയെ അവർക്ക് സഹകരിപ്പിക്കാം. കുട്ടിയോടൊപ്പം അവർക്ക് എന്തും ചെയ്യാം, ഉമ്മയ്ക്ക്. പക്ഷേ ഈ കാമുകന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടി മാറി നിൽക്കാൻ, കുട്ടി തന്നെയാണ് അത് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നതും, കുട്ടി തന്നെയാണ് പോലീസിൽ അറിയിച്ചതും, കുട്ടി തന്നെയാണ് ഞാൻ ഉമ്മമാരൊപ്പം നിന്നോളാം എന്ന് പോലീസുകാരോട് ആവശ്യപ്പെട്ടത്. പിന്നെ ഈ കുട്ടികൾ ഉപ്പുപ്പാരടുത്തും ഉമ്മമാരടുത്തും പല കാര്യങ്ങളും ചെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് നാളെ ഒരു വിഷയം വരുമ്പോൾ ഞാനടക്കം ഈ ഉപ്പുപ്പാരടുത്തും ഉമ്മമാരടുത്തും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളങ്ങ് വിട്ടുകൊടുക്കണം, ആ കുട്ടികളെ നിങ്ങളെന്തിനു നോക്കുന്ന, അവർ നോക്കിക്കോളും, നിങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, നാളെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കൺവെട്ടത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ കുട്ടികളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് നിങ്ങളടക്കം ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വിട്ട് കളയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കുട്ടികൾക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം കൊടുക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് അവരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് സ്വന്തം ഉപ്പുപ്പയും ഉമ്മയാണ്. ഇത് ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഉമ്മയല്ലേ ഇത്രയും കാലം വളർത്തിയത്, അപ്പോൾ ഉമ്മയുടെ കയ്യിൽ നിന്ന് ആ കുട്ടികളെ മാറ്റുന്നത് തെറ്റല്ലേ? എടാ, കുട്ടികളെ ആ ഉമ്മയിൽ നിന്നും ആരും അകറ്റിയിട്ടില്ല. നിങ്ങൾ ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആരും തന്നെ പെറ്റുമാരുടെ കയ്യിൽ നിന്ന് ആർക്കും അങ്ങനെ കുട്ടിയെ അകറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷെ കുട്ടിക്ക് എവിടെ നിൽക്കണമെന്നാണോ ഇഷ്ടം അവിടെ ആയിരിക്കും കുട്ടികൾ നിൽക്കുന്നത്. അത് കോടതിയിൽ പോയാലും അങ്ങനെ തന്നെയാണ്. കുട്ടിയുടെ സ്വന്തമല്ലാത്ത ഒരു വാപ്പയോടൊപ്പം ജീവിക്കുന്ന ഉമ്മാന്റെ കൂടെ കുട്ടി നിൽക്കണമെന്ന് ഒരു കോടതിയും പറയില്ല. അപ്പം ആ ഒരു വിഷയത്തിൽ ഇത്രയും ഒരു എക്സ്പ്ലനേഷനാണ് എനിക്ക് തരാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് അതിനി ഈ സ്കൂളുകളിലും കോളേജുകളിലും സ്കൂളുകളിലും പിന്നെ ഈ കുട്ടിയെ കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഇടപെട്ടിട്ട് തീർക്കേണ്ടുന്ന കുറേ കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഈ ഒരു കുട്ടിക്കെന്നല്ല, ഇവരുടെ 3 മക്കൾക്കും പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിങ് അത്യാവശ്യമാണ്. പിന്നെ സ്വാഭാവികമാണ്, നമ്മളൊക്കെ അമ്മമാരാണ്. നമ്മൾ ചില ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കള് അടുത്ത് വന്നാൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, 2 അടി കൊടുത്തെന്നൊക്കെ ഇരിക്കും. അമ്മമാരാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിലും അപ്പുറം ചില കാര്യങ്ങൾ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ കുട്ടി പഞ്ചായത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ മൂത്ത കുട്ടിയുടെ ഉപ്പയുടെ ഇടപെടലില് മൂത്ത കുട്ടിയെയും ഈ 3 കുട്ടികളെയും കൊണ്ടുപോയി, അയാളുടെ മകളെ മാത്രം സേഫ് ആക്കിയില്ല കേട്ടാ, ആ 3 കുട്ടികളെയും ഇവർ കൊണ്ടുപോയി ഈ അടുത്തൊരു കല്യാണത്തിന് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 കുട്ടികളെയും ആ ഉമ്മയും ഉപ്പയും കൊണ്ടുപോയത് പഞ്ചായത്തിലായിരുന്നു. പഞ്ചായത്തിൽ കൊണ്ടുപോയി ഈ 3 കുട്ടികളുടെയും ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി പഞ്ചായത്തിൽ പിന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നാളെ ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ മൊഴി ഭയങ്കരമായ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയം എന്ന് പറയുന്നത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് മാറും. അത്രയും ഒരു സംഭവ വികാസം ആ ഒരു കുടുംബത്തിൽ നടക്കുന്നുണ്ട്. ഈ കുട്ടികളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഒരമ്മയുടെ അതിയായ കാമദാഹം മക്കളെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് കേരളം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം അത്രയും ഉണ്ട് ഇതിൻ്റെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ പേരിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് തന്നെ ഇവർക്ക് ഈ കാര്യങ്ങൾ ലോകമറിയുമോ എന്നുള്ള ഭയമായിരിക്കാം. പക്ഷെ എന്നെ നിങ്ങൾ തടഞ്ഞാൽ പോലും ഇത് കൈവിട്ടു പോയ ഒരു കേസാണ്. അല്ലുടായിപ്പുമ്മ വിചാരിക്കുന്നത് പോലെയല്ല. കുട്ടി അവരുടെ ഉമ്മമാരുടെ അടുത്തും ഉപ്പുപ്പാരുടെ അടുത്തും പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും തന്നെ കുട്ടി പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ മൊഴികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനി എൻ്റെ വാ അടഞ്ഞാലും ഇത് നാളെ ലോകം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. സത്യത്തില് ഈ കുട്ടീനെ ഉമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവരിപ്പോ പ്രഗ്നന്റ് ആണ്, ഇവരിപ്പോ പ്രസവത്തിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഈ കുഞ്ഞ് എവിടെ ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഉപ്പാന്റെ ഉപ്പൂപ്പാന്റെ ഉമ്മമാന്റെ കൂടെയാണ് ആ കുട്ടി ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട്.
ഇതുവരെയും ആ ഉപ്പുപ്പയും ഉമ്മുമ്മയും തന്നെയാണ് നോക്കിയത്. അപ്പൊ അവിടെ സേഫായിട്ട് നിൽക്കുന്ന ഒരു കുട്ടീനെ ഇവളുടെ കൂടെ കൊണ്ടുവന്ന് ഇവൾ പ്രസവത്തിന് പോകുമ്പോൾ ഈ പെൺകുട്ടി എവിടെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാം. നാളെ എന്തെങ്കിലും ഒരു വിഷയം വന്നതിന് ശേഷം അയ്യോ നമുക്കൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കണ്ടീഷനിൽ, ഇപ്പൊ നെടുമങ്ങാട് ഒരു വിഷയം നടന്നിട്ടുണ്ട്, ഞാനടക്കം ചോദിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ആ കുട്ടിയെ ആർക്ക് വേണമെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. ആ പൊടി മോനെ, ശരിക്കും ആ മോൻ എന്തിനാണ് ഉപദ്രവിക്കപ്പെട്ടതെന്ന് പോലും ആ മോന് മനസ്സിലാകുന്നതിന് മുമ്പ് ആ മോൻ ഈ ലോകം വിട്ടുപോയി. നമ്മളൊക്കെ ഭയങ്കര വേദനയോടുകൂടി വൈകാരികമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ നാളെ ഒരു ചർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഇപ്പോൾ സേഫായ ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഇവൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ആ കുട്ടി നിൽക്കുന്നത്. ഇവൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനും വരുത്താനും ഇവളുടെ കൂടെ സഹകരിപ്പിക്കാനും എല്ലാം ഒരു കാര്യത്തിനും ആരും തന്നെ തടസ്സം വെച്ചിട്ടില്ല. പിന്നെയും എന്തിനാണ് ഇവർ ഈ നാടകം ഇത്ര ഭയങ്കരമായിട്ട് എൻ്റെ കുട്ടിയെ വേണം എന്ന് പറഞ്ഞിട്ട് ഈ നാടകം കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇതില് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്, ഇത്രയും കാലം അവരല്ലേ നോക്കിയത്, അവര് റബ്ബർ കാട്ടി കിടന്ന് കഷ്ടപ്പെട്ട സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവര് ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് ആ വിവാഹ ബന്ധം വേർപെടുത്തിയതിന് ശേഷം ഇവരെവിടെയായിരുന്നു? ഈ ഉപ്പയും ഉമ്മയും തന്നെയാണ് അവർക്ക് സംരക്ഷണം കൊടുത്തത്. അതുപോലെ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ് 27 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവര് പറയുന്നുണ്ട്, ഭയങ്കര ആഡംബരമായിട്ടാണ് എൻ്റെ കല്യാണം കഴിപ്പിച്ചത്, എനിക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നു, അച്ചാര പണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആര് കൊടുത്തതാണ്? ഈ ഉമ്മയും ഉപ്പയും തന്നെയല്ലേ കൊടുത്തത്. ഈ 2 കല്യാണവും ഉമ്മയും ഉപ്പയും തന്നെയല്ലേ നടത്തി കൊടുത്തത്. അതുപോലെ തന്നെ ഇവര് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് റബ്ബർ കാട്ടി കിടന്ന് കഷ്ടപ്പെട്ടു. ഈ സമയത്ത് ഇവര് പറഞ്ഞിട്ടും കേൾക്കാതെ, ഇവർക്ക് ഒരു അനുസരണക്കേടുണ്ട്. ഉമ്മയും ഉപ്പയും ഇവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഇവർ കേൾക്കാതെ ഇവർ തന്നെ വരുത്തി വെക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നമായിരുന്നു മൂന്നാമത്തെ കല്യാണത്തിനുണ്ടായിരുന്നത്. ആ സമയത്തും ഉമ്മയും ഉപ്പയും ഒക്കെ ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. ഇവരുടെ എല്ലാ വിഷയങ്ങൾക്കും ഇടപെടുന്ന ഒരു ആൾക്കാർ തന്നെ ആയിരുന്നു. പക്ഷെ ഇവര് പബ്ലിക്കിൽ വന്നിട്ട് പറയുന്നത് എനിക്ക് ആരുമില്ല എന്നാണ്. ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്ത് സേഫ് ആക്കാൻ ഈ ഉമ്മയും ഇപ്പൊ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് തന്നെ അല്ലേടെ ഈ 10 സെന്റ് സ്ഥലം കൊടുത്തതും അതിൻ്റെ അകത്ത് വീട് വെപ്പിച്ചതും ഇവൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്ത ആ സ്ഥലത്ത് തന്നെയല്ലേ ഇവള് ഈ ഒരു അക്രമവും കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് വീണ്ടും മറ്റൊരാളിനെ കല്യാണം കഴിപ്പിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ഉമ്മ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കല്യാണവും നാശമായിപ്പോയി, ഇനിയെങ്കിലും നല്ലൊരു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വീട്ടുജോലിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതും ഈ കള്ളുകുടിയന്റെ പിന്നാലെ. ഇപ്പൊ പറയുന്ന ഓരോ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭർത്താവിന്റെ കൂടെ മോള് ജീവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. കള്ളുകുടിയന്മാരായ ഒരാളുടെ കൂടെ ഈ കുട്ടികൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ചെറുമക്കള് ബുദ്ധിമുട്ടിലാണോ എന്നുള്ള വേദനയും വെപ്രാളവും ഉമ്മയ്ക്കും ഉപ്പുപ്പാക്കും ഉണ്ടാവും. കാരണം അവരാണിത് റിയലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവർക്കാണ് അവരുടെ മോൾ എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത് അറിയാവുന്നത്. അവര് ഇപ്പൊ നോക്കുമ്പോ ഈ ഉപ്പുപ്പയും ഉമ്മമ്മയും നോക്കുമ്പോ സത്യത്തിൽ ഈ മോൾക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ അറിയാൻ പാടില്ല. സ്വന്തമായിട്ട് ഇയാൾ അടിക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അറിയാൻ പാടില്ല. സ്വന്തം മക്കള് തന്നെ അയാളുടെ വൃത്തികേടുകൾക്ക് അയാൾ ഈ എന്തോ വെള്ളം ഒഴിച്ച് അതൊരു നിസ്സാരം പോലെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വെള്ളം ഒഴിച്ചതിന്റെ പേരിൽ ആ കുട്ടി അനുഭവിച്ച കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളൊക്കെ കണ്ടതാണ്. ആ ചെവി പഴുത്തിട്ട് കുറെ നാൾ അതിനെ എണീക്കാൻ പോലും വയ്യാതെ കിടക്കയിൽ തന്നെ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ആ കുട്ടി സേഫായ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഈ നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ആരും തന്നെ ആ കുട്ടീനെ പിടിച്ചു പറിച്ചിട്ടില്ല. ഒരു രീതിയിലും മോളെ കാണാൻ പാടില്ലെന്നും ഒരു റെസ്ട്രിക്ഷനും ആ ഒരു കേസിൽ വെച്ചിട്ടില്ല. പക്ഷെ ഇനി വരുന്ന സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് വല്ലാത്തൊരു കേസിലോട്ട് പോവുകയാണ്. ഇത് കോടതിയിലോ മറ്റോ പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇത് സത്യത്തിൽ ഇവര് ഉദ്ദേശിക്കുന്ന ഒരു കണ്ടീഷനിലൊന്നും അല്ല ഈ ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെത്ര ഇനി നല്ലത് എന്ന് പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടികൾ അനുഭവിച്ച കുറെ കാര്യങ്ങൾ ആ കുട്ടികൾ തന്നെ പബ്ലിക്കിൽ ഇപ്പൊ 12 വയസ്സെങ്ങാണ്ടാണ് ആ കുട്ടിക്ക് ആ കൊച്ചു തന്നെ വെളിപ്പെടുത്തുന്ന മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ ആ കേസ് എത്രത്തോളം ക്രിട്ടിക്കലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രേ ഉള്ളൂ.